ഇന്നൊരു ടെമ്പിൾ ഡേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കെട്ടിയവൻ വന്നപ്പോൾ മുതൽ പറയുന്നുണ്ട് നമുക്ക് കോട്ടാമ്പലത്തേക്ക് പോകണം എന്നുള്ളത്. ഇന്നാണ് അതിന് സമയമായത്. ഞാനങ്ങനെ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ആദ്യം ഞാൻ നല്ല ഫ്ലീറ്റൊക്കെ എടുത്ത് കൊടുത്തു, പക്ഷെ എനിക്കത് റെഡി ആയില്ല. അപ്പം ഞാനിങ്ങനെ അഴിച്ചിട്ടു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 വീലറിലാണ് പോയത്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു 6:30 ആകുമ്പോൾ ഞങ്ങൾ പോയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അമ്പലം കാണാൻ നല്ല പാട്ടും അങ്ങനെ എന്താ പറയുക എനിക്കറിയില്ല, അത്രയും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഇന്ന് എനിക്ക്. അങ്ങനെ ഞങ്ങൾ വഴിപാടൊക്കെ കഴിച്ചിട്ട് സ്റ്റെപ്പൊക്കെ കയറി അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ട്, അപ്പോൾ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് വലമൊക്കെ വെച്ച് ഞങ്ങൾ അമ്പലക്കുളമൊക്കെ കണ്ട്. അപ്പോൾ നല്ല അമ്പലക്കുളമായിരുന്നു. എൻ്റെ കെട്ടിന് കുളിക്കാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അത്രയും നല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അമ്പലക്കുളമായിരുന്നു കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പ് കയറി മുകളിൽ പോയിട്ട് വേണം നമുക്ക് ദേവീക്ഷേത്രത്തിലെത്താൻ. ഇതിപ്പോൾ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. കുറച്ച് സ്റ്റെപ്പ് കയറി അയ്യപ്പൻ്റെ ക്ഷേത്രം, പിന്നെയും മുകളിലേക്ക് കയറിയാലാണ് ദേവീക്ഷേത്രം ഉള്ളത്. ഈ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് സ്റ്റെപ്പൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ എനിക്ക് അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ അങ്ങനെ ട്രഡീഷണൽ ലുക്കിൽ പോകാനാണ് ഇഷ്ടം. പൊതുവേ ഞാൻ അങ്ങനെ തന്നെയാണ് പോകാറ്. എനിക്ക് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിനും ഞാൻ സാരി എടുത്ത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് മുകളിലെത്തിയത്, അല്ലെങ്കിൽ ക്ഷീണിക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സോറിയൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞാൽ അത്ര ക്ഷീണം തോന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. ഇതാണ് കേട്ടോ ദേവീക്ഷേത്രം. നമ്മളിപ്പോൾ കുന്നിൻ്റെ മുകളിലേക്കാണ് നടന്നു പോകുന്നത്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഞങ്ങൾ താമസിക്കുന്ന കുന്നിൻ്റെ അവിടെ കാണാം. അപ്പോൾ 2 കുന്നിൻ്റെ അപ്പുറം ഇപ്പുറമാണത്. ഒരുപാട് ശുദ്ധവായു നമുക്കിവിടെ വന്നാൽ കിട്ടും. കാരണം അത്രയും മരങ്ങളും ആലും പാലയും ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു അമ്പലമാണ്. നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ അത്രയും നേരത്തെ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. ഞാൻ അമ്പലങ്ങളിലേക്ക് വരുന്നത് ഒരുപാട് അനുഗ്രഹം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ച് തരും, അങ്ങനെയൊന്നും ഒരുപാട് പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷെ ഇവിടെ വന്ന് ഇവിടെ നിന്നല്ല ഏതൊരു അമ്പലത്തിലായാലും ചെന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നാമജപങ്ങളൊക്കെ ചൊല്ലി അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ ഒന്ന് നടന്ന്, അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ മൈൻഡൊന്ന് റിലാക്സ് ആവും, നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് മാറും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയെന്ന് നമുക്ക് തന്നെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ ഒരു അമ്പലവാസിയാണ് അല്ലേ എന്നുള്ളത്. അത് അമ്പലവാസി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അങ്ങനൊരു ഓർത്തഡോക്സ് മൈൻഡൊന്നും അല്ലെങ്കിലും എനിക്ക് അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനത്തെ ഒരു ട്രഡീഷണൽ ലുക്കിലൊക്കെ പോകാൻ അതിലും ഇഷ്ടമാണ്. അപ്പോൾ ഇതാ എൻ്റെ കെട്ടിയും കാണിച്ചു തരികയാണ് കേട്ടോ. നമ്മുടെ വീട് എവിടെയാണ് അവിടെയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരികയാണ്. ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ താഴെയായിട്ടാണ് ഞങ്ങളുടെ വീട്. പിന്നെ ഞങ്ങൾ ഈ അമ്പലത്തിലെ ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കുന്നിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഇവിടെ വെടിക്കെട്ടൊക്കെ കാണാൻ പറ്റും. ഒരു ദിവസം എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ ഞങ്ങളങ്ങനെ കാണിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. നല്ല പടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ചെങ്കല്ല് കൊണ്ടുള്ള പടികളും നടപ്പാതയൊക്കെയാണ്. നല്ല രസമാണ് ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ. പിന്നെ ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവന്മാർ. ഒരുപാട് കുരങ്ങന്മാരുണ്ടാവും കേട്ടോ. അവരങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല, ചാടിച്ചാടി ഇങ്ങനെ നടക്കും. ഇവിടെ എപ്പോൾ വന്നാലും ഒരുപാട് കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ട് ഞാൻ. അതിവിടെ അങ്ങനെ ഉണ്ടാവും, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തി. അപ്പോൾ താഴെ അമ്പലത്തിൽ നിന്ന് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലക്കുളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോയി. കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു ഇതിൽ കയറി ചായയും ബോണ്ടയും കഴിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് അത്രയും നല്ലൊരു മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ബായ്, എല്ലാവർക്കും ശുഭദിനം.